ജനപ്രാതിനിധ്യ നിയമത്തിലെ 77-ാം വകുപ്പ് പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിക്കും കോൺഗ്രസിനും നോട്ടീസ് നൽകിയത്. നരേന്ദ്രമോദി ബി.ജെ.പിയുടെയും രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെയും താരപ്രചാരകരാണ്. താരപ്രചാരകർ നടത്തുന്ന പ്രസംഗങ്ങൾക്കും പരാമർശങ്ങൾക്കും പാർട്ടികളുടെ അധ്യക്ഷന്മാർക്ക് ഉത്തരവാദിത്വമുണ്ടെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ആരോപണ വിധേയർക്ക് നോട്ടീസ് നൽകാതെ പാർട്ടി അധ്യക്ഷന്മാർക്ക് നോട്ടീസ് നൽകിയതെന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നത്. രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ പ്രസംഗത്തിനിടെ മുസ്ലിങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ്, CPI, CPML എന്നീ പാർട്ടികളാണ് കമ്മീഷനെ സമീപിച്ചിരുന്നത്. കേരളത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തെക്ക് വടക്ക് വിഭജനത്തിന് മോദി ശ്രമിച്ചെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയാണ് ബി.ജെ.പി കമ്മീഷനെ സമീപിച്ചത്. ഉത്തർപ്രദേശിലെ ഭിലിപ്പിത്തിൽ ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രം, സിഖ് വിശുദ്ധ ഗ്രന്ഥം അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സംഭവം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. പ്രധാനമന്ത്രി സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് വിശദീകരിച്ചതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. പ്രധാനമന്ത്രിയുടെ പ്രസംഗം മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തിയിട്ടില്ല. മതത്തെക്കുറിച്ചുള്ള സാധാരണ പരാമർശത്തിന്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ നടപടിയെടുത്താൽ അത് പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾക്കുള്ള അവകാശം ലംഘിക്കുന്നതിന് തുല്യമാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ബി. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.